പയ്യന്നൂരിലെ വിപ്ലവം. ബി. കുഞ്ഞികൃഷ്ണന്റെ പോരാട്ടം. കേരള രാഷ്ട്രീയത്തിലെ ചുവപ്പൻ കോട്ടകളിൽ ഏറ്റവും കരുത്താർന്ന ഒന്നായിരുന്നു പയ്യന്നൂർ. പതിറ്റാണ്ടുകളായി CPMന്റെ ഉരുക്കു സമ്പ്രദായം നിലനിന്നിരുന്ന ഈ മണ്ണിൽ പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറി തന്നെ ചരിത്രം തിരുത്തിക്കുറിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഇത് ബി. കുഞ്ഞികൃഷ്ണന്റെയും അദ്ദേഹം നയിച്ച വേറിട്ട രാഷ്ട്രീയ പോരാട്ടത്തിന്റെയും കഥയാണ്. ഒരു സാധാരണ പ്രവർത്തകനായി വളർന്ന് പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പദം വരെ എത്തിയ നേതാവായിരുന്നു ബി. കുഞ്ഞികൃഷ്ണൻ. എന്നാൽ പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് അദ്ദേഹത്തെ പാർട്ടിയുമായി അകറ്റിയത്. പാർട്ടി തെരഞ്ഞെടുപ്പ് ഫണ്ടിലും കെട്ടിട നിർമ്മാണ ഫണ്ടിലും ക്രമക്കേട് നടന്നുവെന്ന് അദ്ദേഹം കണ്ടെത്തി. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച കുഞ്ഞികൃഷ്ണൻ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകി. എന്നാൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം തന്നെ തരം താഴ്ത്താൻ ശ്രമിച്ചതാണ് അദ്ദേഹത്തെ പാർട്ടിക്ക് പുറത്തേക്ക് നയിച്ചത്. അഴിമതിക്കെതിരെ സംസാരിച്ചതിന് അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നപ്പോൾ കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ടു. പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം നഷ്ടപ്പെട്ടുവെന്നും അഴിമതിക്കാർക്ക് സംരക്ഷണം ലഭിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. 2026 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടാൻ തീരുമാനിച്ചു. അസാധ്യമായ ഒന്നായിരുന്നു ആ വിജയം. UDF പിന്തുണയോടെയും സാധാരണക്കാരായ CPM പ്രവർത്തകരുടെ നിശബ്ദ പിന്തുണയോടെയും കുഞ്ഞികൃഷ്ണൻ പടനയിച്ചു. കോട്ടയ്ക്കുള്ളിലെ വിള്ളലുകൾ വോട്ടുകളായി മാറിയപ്പോൾ CPMന്റെ കരുത്തനായ സ്ഥാനാർത്ഥിയെ കുഞ്ഞികൃഷ്ണൻ മലർത്തിയടിച്ചു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 7487 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ മണ്ഡലത്തിൽ വിജയിച്ചത്. പയ്യന്നൂരിലെ വിജയം കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല, മറിച്ച് അഴിമതിക്കെതിരെയും ഏകാധിപത്യ പ്രവണതകൾക്കെതിരെയും ജനങ്ങൾ നടത്തിയ പ്രതിരോധമാണ്. ചുവപ്പൻ മണ്ണിൽ മാറ്റത്തിന്റെ വിത്തുപാക്കിയ നേതാവായി വി. കുഞ്ഞികൃഷ്ണൻ ഇന്നറിയപ്പെടുന്നു. വ്യക്തിപരമായ വിജയങ്ങൾക്കും ലാഭങ്ങൾക്കുമപ്പുറം സമൂഹത്തിനും പരിസ്ഥിതിക്കും വേണ്ടി നിലകൊള്ളുന്ന വി. കുഞ്ഞികൃഷ്ണനെ പോലെയുള്ളവരാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. ഇദ്ദേഹത്തെപ്പോലെ ധീരരായ നേതാക്കൾ ഇനിയും ധാരാളമായി ഉയർന്നുവരട്ടെ. തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. ഇതുപോലെയുള്ള യാഥാർത്ഥ്യങ്ങൾ അറിയാൻ പിന്തുടരും.